ചെറുപ്പത്തിൽ കഴിച്ച സാധനം. അത് ശരി. എന്നിട്ട് നിങ്ങൾ ഇപ്പഴാ കഴിക്കണത്? വെറുതെ നിങ്ങൾക്ക് ഇത്ര പൂതിയില്ലേ? ഹലോ, എന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് ഇമ്മാൻ്റെ സ്പെഷ്യൽ ആയിട്ടാണ് നമ്മൾ വീണ്ടും വന്നിട്ടുള്ളത്. അമ്മ ഏതാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത്? ചീര. ഏത് ചീരയാണ്? പൊന്നാങ്കണ്ണി ചീര കേട്ടോ. അപ്പൊ നിങ്ങൾ ചിലവർ കേട്ടിട്ടുണ്ടാവും, ചിലവർ കേട്ടിട്ടുണ്ടാവില്ല. അപ്പോൾ ഞാനൊക്കെ ഫസ്റ്റ് ടൈമാണ് കേൾക്കുന്നത്, ഫസ്റ്റ് ടൈമാണ് കഴിക്കുന്നത്. ഇമ്മ ചെറുപ്പത്തിൽ കഴിച്ച സംഭവമാണ് കേട്ടോ. അപ്പോൾ ആരാണ് കൊടുന്നത് ഇമ്മ? അയൽവാസിത്തെ മരുമകളാണ്. അപ്പോൾ നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കാണുക കേട്ടോ. നമ്മ വേളാങ്കണ്ണി വേളാങ്കണ്ണി അല്ല, എന്താ വേളാങ്കണ്ണി അല്ല, എന്തൊരു പേര് പറയും, പൊന്നാങ്കണ്ണി ചീരാണ് കേട്ടോ. അപ്പൊ നിങ്ങൾ അത് എങ്ങനെ ഉണ്ടാക്കാന്നുള്ളതൊക്കെ നമ്മൾ തോരൻ രീതിയിലാണ് വെക്കുന്നത്. അപ്പൊ നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കാണുക കേട്ടോ. എന്നിട്ട് അഭിപ്രായം പറയാ. എല്ലാരും ഒന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ. അപ്പൊ നമ്മള് പൊന്നാങ്കണ്ണി അല്ലമ്മ, പൊന്നാങ്കണ്ണി ചീരക്ക് വേണ്ടിട്ട് നമ്മൾ ഉള്ളി അരിയാണ്. ഉമ്മ അതിനെ പറ്റി എന്താ പറയാ? ചീര തോരനാണ് നമ്മൾ ഉണ്ടാക്കുന്നത് കേട്ടോ. അതിന് വേണ്ടിട്ടാ തേങ്ങ നമ്മള് ചിരക്കി വെച്ചിട്ടുണ്ട്, പച്ചമുളക് ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് അടിക്കും കേട്ടോ. പിന്നെ ഈ ഉള്ളി അല്ലമ്മ. ഈ പൊന്നാങ്കണ്ണി ചീര എന്ന് പറയുമ്പോഴേ എന്താ സംഭവം? നമ്മൾ സാധാ ചീര അല്ലല്ലോ, നമ്മള് കൃഷി ചെയ്ത് ഉണ്ടാക്കണ ആണോ? അതോ ഈ പാടത്തൊക്കെ ഉണ്ടാവും ഇക്കാരം. അപ്പൊ നമ്മള് ഈ പറഞ്ഞ പൊന്നാങ്കണ്ണി ചീര ഞാൻ ആദ്യമായിട്ട് കേൾക്കാണ് കേട്ടോ, അതുകൊണ്ടൊക്കെ പറയാൻ അറിയില്ല. പൊന്നാങ്കണ്ണി ചീര ഇടുന്ന് നമുക്ക് കൂട്ടാൻ കേട്ടോ. അപ്പൊ അതെങ്ങനെ നമ്മള് തേങ്ങ കൊതിക്ക് ഒരു തോരനായിട്ടാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പൊ അതെങ്ങനെ ഉണ്ടാക്കാന്നുള്ളത് നിങ്ങൾ ഫുള്ളായിട്ട് വീഡിയോ കാണണേ. അറിയാത്തവർ ഇഷ്ടം പോലെ ഉണ്ടാവത്. അപ്പൊ നമ്മൾ ഉള്ളി, ചെറിയ ഉള്ളി അരിഞ്ഞു വെക്ക, തേങ്ങ ചിരക്കിയിട്ട് അതിന്റെ മുളകൊക്കെ ഇട്ടിട്ട് നമുക്ക് ജസ്റ്റ് അരച്ചു വെക്കണം കേട്ടോ. ചീനമുളക് നല്ലത്. അപ്പൊ ചീനമുളക് ഉണ്ടെങ്കിൽ നിങ്ങൾ ചീനമുളക് ഇടുക കേട്ടോ തേങ്ങയില്. ആ തേങ്ങ ജസ്റ്റ് ഒന്ന് ഒതുക്കുക കേട്ടോ. ചീനമുളക് ഉണ്ടെങ്കിൽ അതാണ് നല്ലത്. അപ്പൊ തേങ്ങ, ഉപ്പ്, മുളക് ഇട്ടിട്ട് നമ്മളൊന്ന് ജസ്റ്റ് നന്നായിട്ട് അരക്കണോ? തോരന് വേണ്ടിയിട്ടുള്ള ഒരു അരപ്പ് അല്ലേ? അപ്പൊ നിങ്ങള് തോരനൊക്കെ ഉണ്ടാക്കില്ല, അതിന് വേണ്ടിയുള്ള ഒരു അരപ്പ് രീതിയിൽ അരച്ചെടുത്താൽ മതി കേട്ടോ. നമ്മള് ചീരയുടെ തോരൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ചീനച്ചട്ടിയിൽ നമ്മൾ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ഉള്ളി തൂമിക്കുക കേട്ടോ. ആദ്യം ഈ ഒരു രീതിയിൽ നമ്മൾ അരക്കുക കേട്ടോ. തേങ്ങ ഒക്കെ മുളകൊക്കെ ഇട്ടിട്ട്. അപ്പൊ നമ്മള് ഇവിടെ ഉള്ളി ഇതാ തൂമിക്കാണ് കേട്ടോ. എണ്ണയിലിട്ടിട്ട് ഉള്ളി തൂമിക്കാം. ആ തൂമിച്ച ഉള്ളിക്ക് നമ്മള് ഇതാണ് കേട്ടോ, ഇതിന്റെ പേരെന്താ? സോറി, വേളാങ്കണ്ണി അല്ല, പൊന്നാങ്കണ്ണി ചീര കേട്ടോ. പൊന്നാങ്കണ്ണി ചീര. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാ, ആ ഉള്ളി ഉള്ളി തൂമിച്ചേക്ക് നമ്മൾ ഇടുക കേട്ടോ. ഇതാണ് ആ സംഭവം. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നമ്മള് പാടത്തും പറമ്പിലൊക്കെ പൊന്നാങ്കണ്ണി. ഞാനൊക്കെ ആദ്യമായിട്ട് കാണാണ് കേട്ടോ, ആദ്യമായിട്ട് കേക്കാണ്. ഉമ്മാക്കൊക്കെ അറിയാം ഇതെന്താ സംഭവം എന്നുള്ളത്. ഇതാണ് പൊന്നാങ്കണ്ണി ചീര കേട്ടോ. അപ്പൊ നിങ്ങള് പാടത്തൊക്കെ ഉണ്ടെങ്കിൽ പറിച്ചിട്ടേ ഇതുപോലെ. ഇത് സാധാ ചീരന്റെ ടേസ്റ്റ് ആണ് ഉമ്മ. നല്ല ടേസ്റ്റ് ആണെന്നാണ് ഉമ്മ പറയുന്നത്. ഞങ്ങളൊന്നും തിന്നിട്ടില്ല, ഞങ്ങളൊക്കെ ഇപ്പൊ ഫസ്റ്റ് ടൈം കഴിക്കുകയാണ്. അപ്പൊ നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് ഈ ഒരു ചീര. ഇപ്പൊ ചീര ഇലവർഗ്ഗങ്ങളൊക്കെ നമ്മുടെ ശരീരത്തിന് നല്ലതാണ് കേട്ടോ കഴിക്കണത്. ഞാൻ പൊതുവെ കഴിക്കൂല, എന്നാലും പറയാം. അപ്പൊ നിങ്ങൾ എല്ലാരും ഒന്ന് ഉണ്ടാക്കി നോക്കാം. ഇനി ഇതിക്ക് ഇത് ജസ്റ്റ് ഒന്ന് അടച്ചു വെക്കണം. അതൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ നിങ്ങൾ പറഞ്ഞ പോലെ അറിയില്ല. അതല്ലോ ഉമ്മ, ഇനി ഇത് അടച്ചു വെക്കണോ? അടച്ചു വെച്ച് കഴിക്കാം. ഇതില് പറഞ്ഞോ? അപ്പൊ കുറച്ച് വെള്ളം പാരണം കേട്ടോ. ആദ്യം തൂമിക്ക, എന്ത് ഉള്ളി തൂമിക്ക, എന്നിട്ട് ഇല ഇട്ടിട്ട് ഒരു ഗ്ലാസ് വെള്ളം പാരി കേട്ടോ. സാധനം ഇല ഉള്ളതിനനുസരിച്ച് വെള്ളം പാർന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് എന്ത് ചെയ്യാ, അടച്ച് വെച്ചിട്ട് വേവിക്കുക കേട്ടോ. നമ്മൾ തേങ്ങ ലാസ്റ്റാണ് ഇടുന്നത്. ജസ്റ്റ് ഒന്ന് അടച്ചു വെച്ചിട്ട് ഒന്ന് വേവിക്കുക കേട്ടോ പാത്രം. ഓക്കെ, ഇനി ഇത് വെന്ത് വന്നതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാ, നമ്മൾ ഒതുക്കി വെച്ച തേങ്ങയും കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൽ ഇടാം കേട്ടോ. ഇടയ്ക്കൊന്ന് തുറന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ നമ്മുടെ ചീര. അതിന് ശേഷം നമ്മളിവിടെ തേങ്ങ ഒതുക്കിയത് നമ്മൾ അതിൽ ഇട്ടിട്ട് കൊടുക്കുകയാണ് ചെയ്യാം. ഓക്കെ, അപ്പൊ നിങ്ങളെല്ലാരും ഈ സംഭവം കിട്ടൂല അമ്മ? ഇത് കടയിലൊക്കെ കിട്ടുമോ? കടയിൽ കിട്ടാൻ ചാൻസ് കുറവാല്ലേ? കടയിലൊന്നും നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല. അപ്പൊ നിങ്ങൾ ഈ പാടത്തൊക്കെ ഉണ്ടാവും, ഈ പാടത്തൊക്കെ പോയി കിട്ടുമെന്നുണ്ടെങ്കിൽ അപ്പൊ
എന്താ പറയാ ഇങ്ങനെയുള്ള സംഭവങ്ങൾ കിട്ടാന്ന് ഇതൊക്കെ നമുക്ക് അങ്ങനെ എപ്പോഴും കിട്ടുന്ന സംഭവമല്ല. അപ്പൊ ഇൻ കേസ് നമുക്ക് പാടത്തൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ പൊട്ടിക്കുക, ഇതൊക്കെ ഉണ്ടാക്കി നോക്കുക കേട്ടോ. ഈ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കി നോക്കാം. സാധാ ചീരൊക്കെ നമുക്ക് എപ്പോഴും കിട്ടും. ഇങ്ങനെയുള്ള എന്താ ഇതിന്റെ പേര്, ഈ പൊന്നാങ്കണ്ണി ചീരൊക്കെ നമുക്ക് അങ്ങനെ എപ്പോഴും കിട്ടുന്ന സംഭവമല്ല. അപ്പൊ ഇതൊക്കെ കിട്ടുന്ന സമയത്ത് നിങ്ങൾ എല്ലാരും ഉണ്ടാക്കി കഴിക്കുക കേട്ടോ. നമ്മള് കുറച്ച് വെന്തതിന് ശേഷം കുറച്ച് ഉപ്പിട്ട് കൊടുക്കണം കേട്ടോ. ഇത് ഈ ഒരു ഇല അധികം വേവണ്ടല്ലോ. അധികം വേവണ്ട കേട്ടോ. എന്നിട്ട് നമ്മൾ ഉപ്പിട്ടിട്ട് ഇതിന് ആവശ്യത്തിനനുസരിച്ച് നമ്മൾ ഉപ്പിട്ടിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക നന്നായിട്ട്. ഇതൊന്ന് ഉടഞ്ഞു വന്നല്ലേ അപ്പൊ ഇത് വെന്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യാ, തേങ്ങ ഒതുക്കിയിടും. ഇത് അരച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഒന്നുകൂടി നമുക്ക് അടച്ചു വെക്കാം. നമ്മള് ഇല ഏകദേശം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ അതിക്ക് എന്ത് ചെയ്യും, നമ്മൾ ഈ തേങ്ങ ഒതുക്കി വെച്ച തേങ്ങ നമ്മൾ അതിക്ക് മിക്സ് ചെയ്യുക കേട്ടോ, ചേർത്ത് കൊടുക്കുക. അപ്പൊ നമുക്ക് ഇലക്ക് വേണ്ട അത്ര തേങ്ങയാണ് നമ്മൾ അരക്കേണ്ടത് അല്ലേ. ഒരുപാടൊന്നും അരക്കണ്ട, കുറച്ച് നമുക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാവുമല്ലോ ഒതുക്കി ഇടുന്ന തോരൻ വെക്കുന്ന രീതിയിൽ എങ്ങനെയാണ് തേങ്ങ ഉണ്ടാക്കുക എന്നുള്ളത്. അപ്പൊ ആ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യാ, തേങ്ങ അരച്ചിട്ട് അതിലോട്ട് ഇട്ട് കൊടുക്കാം. ഈ ചീര അല്ലേ. അപ്പൊ ഷുഗർ പേഷ്യൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ നല്ലതാണ് എന്നാണ് പറയുന്നത്. എന്ത് ഉമ്മാക്ക് നല്ല പൂതി ആയിക്കണത് തിന്നാന്. ഷെബിനത് കാണുന്നുണ്ടെങ്കിൽ ഇമ്മാനോട് ഇഞ്ഞും കൊടുത്തേക്കാൻ പറയട്ടാ. അപ്പോ നമ്മുടെതാ വൈരങ്കോട് ചീരല്ലേ. വൈരങ്കോട് പഞ്ഞങ്കണ്ണി നമ്മളിവിടെ ഉണ്ടത് പാട്ടൊക്കെ ഉണ്ടാവും. ഇക്കാലം ആരപ്പോ പാട്ടത്തൊക്കെ പോയിക്കുന്നു. അവിടെ ഉണ്ടാവും ചെലപ്പം. അവിടെ കല്ലം പാടല്ല തോക്കതറിയില്ല എന്തോ സാധനം. എന്തായാലും നിങ്ങൾ ഇത് കിട്ടുക, നിനക്ക് ഈ ചീരൊക്കെ കിട്ടണവര് എന്തായാലും ഉണ്ടാക്കി നോക്കുക കേട്ടോ. നമ്മളെ സാധാ ചീരനെക്കാളും ടേസ്റ്റ് ഉണ്ട് എന്നാണ് ഉമ്മ പറയണത്. ഞാൻ കഴിച്ചിട്ടില്ല കേട്ടോ. നമുക്ക് കഴിച്ചു നോക്കാം ഇതൊക്കെ കഴിഞ്ഞ് ഉണ്ടാക്കി കഴിഞ്ഞിട്ട്. ചെറുപ്പത്തിൽ കഴിച്ച സാധനം. അത് ശരി. ഇമ്മ അപ്പൊ ചെറുപ്പത്തിൽ കഴിച്ചാണ് കേട്ടോ. വെറുതെ അല്ല ഞങ്ങൾക്കൊന്നും ഇത് കിട്ടാത്തത്. താന്നാളൂര് പാടത്ത് നിങ്ങള് അപ്പൊ ഏകദേശം ഏത് പ്രായത്തിൽ കഴിച്ചതാ? എന്നാലും ഏകദേശം നിങ്ങള് കുട്ടിയായിരിക്കുമ്പോ തിണ്ടൽത്താവുമ്പോളാ താന്നാളൂര്. അപ്പൊ ചെറുപ്പം അന്ന് നിങ്ങള് കഴിച്ചാണല്ലേ. എന്നിട്ട് നിങ്ങൾ ഇപ്പഴാ കഴിക്കണത്? വെറുതെ നിങ്ങക്ക് ഇത്ര പൂതിയില്ലേ. അപ്പൊ നിങ്ങള് എന്റെ ഉമ്മ ചെറുപ്പത്തിൽ കഴിച്ച സാധനമാണ് കേട്ടോ അത്. അപ്പൊ അത് ഇപ്പൊ കണ്ടപ്പോ ഞങ്ങൾക്ക് കൂടി ഉണ്ടാക്കി തരികയാണ് കേട്ടോ. അപ്പൊ എന്തായാലും ഞമ്മക്ക് ഇത് വെന്തിട്ട് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇതേപോലെ പുതിയ വെറൈറ്റി ഐറ്റംസ് ആയിട്ട് ഞങ്ങൾ വീണ്ടും വരട്ടെ. അപ്പൊ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക. പണ്ട് കാലത്ത് ഉള്ളതും നമ്മൾ ഇപ്പത്തെ കാലത്ത് നമ്മൾ കഴിക്കാത്തതായിട്ടുള്ള സ്പെഷ്യൽ ആയിട്ട് ഞാനും എൻ്റെ ഉമ്മി വരുന്നതാണ്. അപ്പൊ നിങ്ങൾ വീഡിയോ ഒക്കെ കറക്റ്റ് ഇരുന്ന് കാണുക കേട്ടോ. നിങ്ങൾ കാണാത്ത ഐറ്റംസ് ആയിട്ടായിരിക്കും ഞങ്ങൾ വരിക. ചിലപ്പോ ഇതൊക്കെ ഫേമസ് ആയിക്കാരല്ലേ. അപ്പോൾ നമ്മൾ തേങ്ങ ഒതുക്കിയിട്ടിട്ട് ജസ്റ്റ് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിലുള്ള വെള്ളം ഒന്ന് വലിഞ്ഞതിന് ശേഷം നമുക്കിത് ഏകദേശം റെഡി ആവൂലേ. അപ്പൊ ഉമ്മ നമുക്ക് എന്ത് ചെയ്യാ, ഈ ചീര എന്താണ് ഉമ്മ പേര്? പൊന്നാങ്കണ്ണി ചീര. നമുക്ക് എന്താണ് എനിക്ക് പേര് കിട്ടുന്നില്ല. പൊന്നാങ്കണ്ണി ചീര നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ. മേസോ ടേസ്റ്റ് ചെയ്ത് നോക്ക്. അതെ. അപ്പൊ നിങ്ങളിത് കഴിച്ചിങ്ങളൊന്നു ഇതിനു മുന്നേ? ആദ്യമായിട്ട് ഞങ്ങളൊക്കെ ഒരുപോലെ തന്നെ കേട്ടോ, കാണുന്നതും തിന്നുന്നതൊക്കെ. എങ്ങനെയുണ്ട് താത്ത? സാധാ ചീരന്റെ ടേസ്റ്റാ? വ്യത്യാസം ഉണ്ട് അല്ലേ? ടേസ്റ്റ് ഉണ്ട്. ഓക്കെ, ഇനി മേസു തിന്നോക്കടാ. അതിന്റെ ടേസ്റ്റാ നമുക്ക് കഴിച്ചു നോക്കട്ടോ. ഈ താത്ത അതിന് എന്താ പൊന്നാങ്കണ്ണി ചീര നമുക്കൊന്ന് കഴിച്ചു നോക്കാം എങ്ങനെയുണ്ട് എന്ന് കേട്ടോ. ടേസ്റ്റ് ഉണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. ഞാൻ ആദ്യമായിട്ടാണ് ഈ സംഭവം കഴിക്കണത്.
മനസ്സിലേ ഉള്ളി. അപ്പം അടിപൊളിയാണ് കേട്ടോ. നമ്മൾ സാധാ ചെയ്യുന്ന ടേസ്റ്റ് അല്ല, വേറെ ഒരു വെറൈറ്റി ടേസ്റ്റ് ആണ്. അപ്പൊ നിങ്ങൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക കേട്ടോ. ഈ ചീര മറ്റു ചീരന്റെ പോലൊക്കെ ഉണ്ടാക്കാമല്ലോ അല്ലെ അമ്മ? തേങ്ങ ഒതുക്കിയിട്ടിട്ട് ഉണ്ടാക്കാം, മറ്റേ എങ്ങനെ ഉണ്ടാക്കാം കേട്ടോ. ഇങ്ങനെ ഉണ്ടാക്കുമ്പോ തോരനെ ഉണ്ടാക്കുമ്പോ വേറെ ടേസ്റ്റ് ആണ്. അപ്പൊ അമ്മ അതിന്റെ ചെയ്യാം. അപ്പൊ ഞങ്ങൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അപ്പൊ അതിലേക്കും ബൈ.